ഏവിയേഷൻ്റെ നോൺ ടെക്നിക്കലായിട്ടുള്ള കോഴ്സുകൾ പഠിക്കാൻ പോകുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. ഇതിനകത്ത് പറയാൻ പോകുന്ന ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ കരിയർ സക്സസ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു അതായത് ഏവിയേഷൻ്റെ നോൺ ടെക്നിക്കലായിട്ടുള്ള കോഴ്സുകൾ പഠിക്കാൻ പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഏവിയേഷൻ സെക്ടർ എന്ന് പറയുന്നത് നല്ല ഓപ്പണിംഗ് അല്ലെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സെക്ടർ തന്നെയാണ്. ഓരോ വർഷവും ധാരാളം ഓപ്പണിംഗ് ആ ഒരു സെക്ടറിൽ വരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓപ്പണിങ്സ് വരുന്നതാണ് ഈ ഏവിയേഷൻ്റെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള സെക്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ എയർലൈൻ്റെ സ്റ്റാഫായിട്ട് എയർപോർട്ടുകളിൽ ഗ്രൗണ്ട് ഓപ്പറേഷനിൽ വിവിധ സെക്ടറിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് ഓപ്പണിംഗ് വരുന്നുണ്ട്. ഒരുപാട് എയർലൈൻസ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഏജൻസികൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യക്കകത്തും ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ അവിടെ പ്ലേസ് ആയി നല്ല കരിയർ സക്സസ് വരുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള കോഴ്സുകൾ പഠിക്കുന്നതിൽ ഒരു 100 പേര് പഠിച്ചവർ ഒരു 50 പേര് 60 പേർക്ക് മാത്രമേ ജോലി കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള വളരെ കുട്ടികൾക്ക് ജോലി കിട്ടാത്ത ഒരവസ്ഥയിലോട്ട് വരുന്നുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഇത് പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ ആരോടെങ്കിലൊക്കെ ചോദിക്കുമ്പോൾ ഏവിയേഷൻ മോശമാണ്, ഇതാണ് അതാണ് എന്നൊക്കെ പറയുന്ന ഒരിതുണ്ട്, ജോലി കിട്ടാൻ പാടാണ് എന്നൊക്കെ ഉള്ള ഒരിതുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ കോഴ്സ്, എന്താണ് നിങ്ങൾ പഠിക്കാൻ പോകണം, ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ഒരു മേഖലയിലോട്ട് വന്ന് ചാടുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമ്മളിപ്പോൾ ഏവിയേഷൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് മനസ്സിലാക്കാതെ അവർ കാണുന്നത് ഈ ഏവിയേഷൻ്റെ പരസ്യം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കോഴ്സിൻ്റെ പരസ്യം കൊടുക്കുമ്പോഴും അതല്ലെങ്കിൽ ഏവിയേഷനെ കുറിച്ച് കൊടുക്കുമ്പോഴും നല്ല ഒരു ഹൈ ക്ലാസ് ജോബ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പളവളപ്പും കാര്യങ്ങളും മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ബാക്കിലോട്ട് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൽ എങ്ങനെ കരിയർ സക്സസ് ആക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതിൽ തന്നെ എടുത്തു പറയേണ്ട, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായ ഒരു രഹസ്യം അല്ലെങ്കിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഈ കോഴ്സ് പഠിക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടാതെ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ ലാംഗ്വേജിലുള്ള പ്രോബ്ലങ്ങൾ തന്നെയാണ്. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള കുറവ് കൊണ്ട് മാത്രമാണ് ജോബുകൾ കിട്ടാതെ പോകുന്നത്. ഇവിടെ പഠിക്കുന്ന പല കുട്ടികളും നമുക്കറിയാം, നമ്മൾ 1ാം ക്ലാസ് മുതൽ +2 വരെ പലപ്പോഴും ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെയാണ് പഠിക്കുന്നതെങ്കിലും നമ്മൾ അതിനുശേഷം ഒരു ഡിഗ്രി പഠിക്കുമ്പോഴേക്കും ഇംഗ്ലീഷ് ഉണ്ടെങ്കിലും നമുക്കൊരു കോൺഫിഡൻറ്റോടെ സംസാരിക്കാൻ പല കുട്ടികൾക്കും പറ്റുന്നില്ല. ആ ഒരു കുറവ് ഉള്ള ആളുകൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റുകളിലോട്ട് വരുമ്പോഴത്തേനും അവിടെ ഫെയിലായി പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരിക്കും നമ്മളിപ്പോൾ ഒരു കോഴ്സ് എടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിലുകാർ ഇതൊക്കെ പറയുന്നുണ്ട്. അവർ പറയും നിങ്ങൾക്ക് ലാംഗ്വേജ് കുറവുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ട് ചെയ്യാമെന്ന് പറയും. അവർ സപ്പോർട്ടൊക്കെ ചെയ്യും. പക്ഷേ പലപ്പോഴും കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഈ പഠിക്കുന്ന കുട്ടികളിൽ ലാംഗ്വേജ് കുറവുള്ള കുട്ടികൾ ആദ്യത്തെ 1-2 മാസമൊക്കെ നല്ല രീതിയിൽ അതിനുവേണ്ടി ശ്രമിക്കും, പിന്നെ ഉഴപ്പി അത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ കോഴ്സ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതായത് ഏവിയേഷൻ്റെ നോൺ ടെക്നിക്കലായിട്ടുള്ള ഇത്തരം കോഴ്സ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ കുറവാണെങ്കിൽ ആ സ്കില്ല് ഒന്ന് ഉയർത്താൻ, ആ സ്കില്ല് നിങ്ങൾ മാസ്റ്ററായി വരാനുള്ള ഇത് നിങ്ങൾ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ഇംഗ്ലീഷ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതല്ലാതെ ഇത് വലിയ ഒരു മലകയറ്റം പോലെ പരിപാടിയൊന്നുമല്ല. ഇത് സിമ്പിളാണ്. ഒരുപാട് കുട്ടികൾ അങ്ങനെ റിക്രൂട്ട് ചെയ്ത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്ത് അത് ക്ലിയർ ചെയ്യണം. അത് നിങ്ങൾ പഠിക്കുന്ന സമയത്തായാൽ മതി. ഇപ്പോൾ BBA ഏവിയേഷൻ പോലുള്ള ഡിഗ്രികൾ, നല്ല ഡിഗ്രികൾ നിങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് പഠിച്ചാൽ മതി. അതല്ല നിങ്ങൾ നോർമൽ ഡിഗ്രി പഠിച്ചിട്ട് ഒരു ഡിപ്ലോമ എടുക്കുന്ന സമയത്തായാലും ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ ഇത് ചെയ്താൽ മതി. ഇത് കുറവുള്ളവർ ഇത് പഠിക്കാതിരിക്കുന്നു വേണ്ട. പക്ഷേ ഇത് ക്ലിയർ ആയിരിക്കണം. ഇതില്ല, നിങ്ങൾക്ക് ലാംഗ്വേജ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക്, എയർലൈൻ്റെ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ പോയിട്ട് ഒരു കാര്യമില്ല. ഇതൊരു ഏജൻസി നിങ്ങൾക്ക് പറഞ്ഞു തരില്ല, ഒരു ആളുകളും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ഇതാണ് ഇതിൻ്റെ കീ ഫാക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ജോലി കിട്ടാം. അല്ലാതെ നിങ്ങളിപ്പോൾ ഡിഗ്രി പഠിച്ചു, ഡിപ്ലോമ പഠിച്ചു, എന്നിട്ട് ഈ ലാംഗ്വേജ് ഇല്ലാതെ ജോലിക്ക് പോയത് എടുത്ത് നിങ്ങൾ പാസ്സാവാൻ ഉള്ള ഒരിതില്ല. ഇവിടെ ഡിഗ്രി, ഡിപ്ലോമ അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്നത് ഒരു എന്താ പറയുന്നത്, എയർലൈൻ വയ്ക്കുന്ന ഒരു ക്രൈറ്റീരിയ മാത്രമാണ്. നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ട്, നിങ്ങൾക്ക് ഡിപ്ലോമ പഠിപ്പിക്കുന്നു. ഡിപ്ലോമ എന്ന് പറയുമ്പോൾ ഒരു ഏവിയേഷൻ ഡിപ്ലോമ ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്ലോമ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രിയെ കുറിച്ചൊരു നോളജ് കിട്ടുക എന്നുള്ളതാണ്. ഈ എയർലൈൻ ഏറ്റവും ആവശ്യം വേണ്ടത് നിങ്ങളുടെ ലാംഗ്വേജും കാര്യങ്ങളാണ്. കാരണം അവർ നിങ്ങളെ റിക്രൂട്ട് ചെയ്തെടുക്കുന്നത് തന്നെ ഡയറക്റ്റ് കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അവരുടെ ഇംഗ്ലീഷ് കാര്യങ്ങൾ വേണം. പിന്നെ അതർ ലാംഗ്വേജ് അറിയാമെങ്കിൽ അത്രയും കൂടി ബെറ്റർ. അതർ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മലയാളമല്ല, ഹിന്ദിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജസ് അറിയാമെങ്കിൽ അത്രയും കൂടി ബെറ്റർ. അപ്പോൾ ലാംഗ്വേജ് ക്ലിയർ ആക്കുക എന്നത് ഇതാണ്. അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആക്കിയാലും മതി. പക്ഷേ അതിൽ ഉഴപ്പുകൾ കാണിക്കില്ല. അത് ഉഴപ്പി കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കിടന്നിട്ട് ഒരു കാര്യമില്ല. അതാണ് ഇതിനകത്ത് മെയിൻ പ്രോബ്ലം. പിന്നെ അതല്ലാതെ കുറച്ച് പ്രോബ്ലങ്ങളുണ്ട്, അതിൻ്റെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഏറ്റവും കീ ഫാക്ടർ. നിങ്ങൾക്ക് സക്സസ് ആവണോ, ലാംഗ്വേജ് നിങ്ങൾ
നിങ്ങൾ ഓക്കെ ആയിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്നെ കോൺടാക്ട് ചെയ്യുന്ന എല്ലാ കുട്ടികളോടും ഇത് പറയാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ഇത് ഈ പുതിയൊരു ഇത് തുടങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നിങ്ങളിത് നിങ്ങളുടെ ലാംഗ്വേജസും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി നിങ്ങളിത് ഡെവലപ്പ് ചെയ്യുക. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ പക്ക ഇവർ പറയുന്ന എയർലൈൻസിൻ്റെ എല്ലാ ക്രൈറ്റീരിയ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ പറയാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ജോബും അതുപോലെ തന്നെ സാലറി വൈസും ഇത് ഓക്കെയാണ്. പിന്നെ പണിയെടുക്കണം, അത് വേറെ കാര്യം, എങ്കിലും നല്ല ഒരു ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് പല കുട്ടികളും മനസ്സിലാക്കുന്നില്ല. ഇത് മനസ്സിലാക്കി ഇത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതുള്ളൂ. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച്, ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് മറ്റും അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് ഇടുക. പിന്നെ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇൻഫർമേഷൻസ് ഇനി ഷെയർ ചെയ്യുള്ളൂ, അല്ലാത്തവർക്ക് ഇനി ചെയ്ത് കൊടുക്കുന്നില്ല. അതും ഒന്ന് ഞാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ താങ്ക് യു.